ലോ കിലോമീറ്ററും ഓൾ ഒറിജിനലും 2014 മോഡലിൽ 2 വീൽ ഓട്ടോമാറ്റിക് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനം കേട്ടോ. 1,35,000 കിലോമീറ്റർ ഓടിയുള്ളത് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ നമ്പറായ വാഹനം കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പറായ വാഹനമാണ്. മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ വരുന്നൊരു വാഹനം തന്നെയാണ്. ഓൾ ഒറിജിനൽ എന്ന് തന്നെ പറയാം. മേജറായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്രണ്ട് മേജർ കംപ്ലൈന്റുകളില്ലാന്നില്ല നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. ഒരു ഒറിജിനൽ കേരള വണ്ടിന്റെ അതേ ക്വാളിറ്റിയിലെ ഒരു അതർ സ്റ്റേറ്റ് വാഹനം. ഇത്ര ക്വാളിറ്റിയിൽ ഒരു അതർ സ്റ്റേറ്റ് വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനം വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 കടുത്ത ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബാക്കിൽ 50% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ടോ. പേൾ വൈറ്റിലാണ് വരുന്നത്. പേൾ വൈറ്റിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ TRD കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. ചെറിയ മൈന്യൂട്ട് ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ വാഹനത്തിൽ ചെയ്തിട്ടുള്ളൂ. ഈ സൈഡ് ഭാഗങ്ങളും ആ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബോണ്ട് ബാക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ പെയിന്റ് വരുന്ന ഒരു വാഹനം തന്നെ കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ ഒന്നും കാണിക്കാൻ കഴിയില്ല. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒറിജിനൽ കേരള വാഹനത്തിന്റെ അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് വാഹനം കേട്ടോ. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനം വരുന്നത്. ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ TRDന്റെ സ്കാറ്റിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഗ്രില്ല് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നത് കേട്ടോ. പേൾ വൈറ്റിലാണ് വരുന്നത്. പേൾ വൈറ്റിൽ വളരെ റയറാണ്. കൂടുതൽ നമുക്ക് PO ആയിട്ടാണ് വരാറ്. അതേപോലെ ഇതൊക്കെ കമ്പനി പെയിന്റ് വരുന്ന ഒരു വാഹനമാണ്. ഈ ബോണറ്റിന്റെ ഫ്രണ്ടേജ് ഭാഗത്ത് ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച്, പ്രത്യേകിച്ച് കാണുന്ന സ്ക്രാച്ച് ഒന്നുമില്ല. അതേപോലെ ഈ ഫ്രണ്ട് ഗ്ലാസിന്റെ ഈ ഒരു മൂലൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ബ്ലാക്ക് ഭാഗത്താണ് വരുന്നത്. വേറെ മേജർ സ്ക്രാച്ചോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ഏതൊരു ഭാഗത്തുമില്ല. നമ്മൾ കുറേ ആളുകൾ നമ്മളെ വീഡിയോസ് കണ്ട് വണ്ടി കാണാതെ അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നത് കേട്ടോ. ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും ടച്ചിങ് കയറിയിട്ടില്ല കേട്ടോ. അതിൽ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ടച്ചിങ് കയറിയിട്ടുള്ളൂ. സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ടൈലാമ്പാണ് വരുന്നത്. അതേപോലെ ബാക്ക് നമ്മൾ TRDന്റെ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിഫ്ലക്ടർ LED ആണ് വരുന്നത് കേട്ടോ. ബാക്ക് ഭാഗമൊക്കെ പക്ക കണ്ടീഷൻ തന്നെയാണ്. നിലവിലൊരു സ്ക്രാച്ച് പോലും ഈ ഒരു ഭാഗത്തൊന്നും എവിടെയില്ല. കമ്പനി പെയിന്റ് വരുന്ന ഒരു വാഹനം തന്നെയാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ പറയണല്ലോ കമ്പനി പെയിന്റ് തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും ടച്ചിങ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം കേട്ടോ. ഒറിജിനൽ കമ്പനി ലെതർ സീറ്റ് കവറാണ് വരുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ്. ടോപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. കമ്പനി ലെതർ സീറ്റ് കവറാണ്. സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും ഇല്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. കമ്പനി സീറ്റ് കവറാണല്ലോ കേട്ടോ. ഡാഷ്ബോർഡൊക്കെ പക്കയാണ് വരുന്നത്. കമ്പനി സെറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലും സീറ്റ് വൈസ് ഒക്കെ പക്ക കണ്ടീഷനാണ്. കറക്റ്റ് കമ്പനി സർവീസിലൊരു വാഹനം തന്നെ കേട്ടത്. അതേപോലെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ എൻജിൻ്റെ ആ ഫ്രോണ്ട് സൈഡാണ് ഈ കാണിക്കുന്നത്. പക്ക കണ്ടീഷനാണ്. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ തട്ടിയിട്ട് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വേറെ ഒന്നും ചെയ്യുക എവിടെയും വർക്ക് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും എടുത്തിട്ടില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. അതേപോലെ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. മെക്കാനിക്കലൊക്കെ പക്കയാണ് കേട്ടോ. ആക്സിഡൻറ്റ് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഈ വാഹനത്തിൻ്റെ എല്ലാ സൈഡ് നോക്കുകയാണെങ്കിലും പക്ക ഒരു കേരള വണ്ടിൻ്റെ അതേ ക്വാളിറ്റിയിൽ കാണിക്കാൻ കഴിയുന്നൊരു വാഹനം തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലൈനപ്പും കാര്യങ്ങളും പേൾ വൈറ്റിൽ ഫോർച്യൂണറിന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. അത്തരത്തിലുള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ. അതേപോലെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. അത്യാവശ്യം നല്ലൊരു ഷേപ്പില്ല വാഹനം തന്നെ കേട്ടത്.
അപ്പോൾ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ നിലമ്പൂർ RT ഓഫീസിലേക്ക് NOC എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനം ഇത്ര കണ്ടീഷനിൽ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എഞ്ചിനും ഹൈ ക്വാളിറ്റി ബോഡി ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗങ്ങളുള്ളൊരു വാഹനം തന്നെ ഉണ്ട്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 15,20,000 രൂപയാണ്. ഇതിപ്പോൾ നമുക്ക് ലോണ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഒന്നാമത് നമ്പറായി വരുമ്പോൾ ടൈം ഒരുപാട് എടുക്കും. അതുകൊണ്ട് 5,20,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.